ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 5-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 5-ാം അധ്യായത്തിൽ ഹോറേബ് പർവ്വതത്തിൽ വെച്ച് യഹോവയായ ദൈവം 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത സംഭവമാണ് മോശ ഇവിടെ പറയുന്നത്. അതിനുശേഷം അതിൻ്റെ 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 10 കൽപ്പനയുടെ വിശദീകരണവും അദ്ദേഹം ഇവിടെ നൽകുന്നുണ്ട്. ആ 10 കൽപ്പനകൾ പാലിക്കുമ്പോൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനവും അത് പാലിക്കാത്തപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നവരുമായി മാറും. അതിൻ്റെ 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യഹോവയായ ദൈവം അവിടെ പറയുന്നു, എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരെ, എന്നെ സ്നേഹിക്കുന്നവർ, അവരോടുള്ള കരുണ 1000 തലമുറ ഉണ്ടാവും. എന്നാൽ എന്നെ വെറുക്കുന്നവരെ, എൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തവരോട് 3-4 തലമുറകൾ ഞാൻ പകരം ചോദിക്കും. സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറകൾ വരെ ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കും. അപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ഭൂമിയിൽ പ്രാപിക്കുന്നെങ്കിൽ നമ്മുടെ പൂർവികരെ ദൈവിക കൽപ്പന അനുസരിച്ച് ജീവിച്ചതിൻ്റെ ആ വലിയ കാരുണ്യമാണ്. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴും ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതിൻ്റെ കാരണമെന്ന് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ദൈവിക കൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ തലമുറകൾ അനുഗ്രഹമായി തീരുന്നതെന്ന ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ യഹോവയായ ദൈവം മോശ മുഖാന്തരം കൊടുത്ത കൽപ്പനകളെ ഒരിക്കൽ കൂടി മോശ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് ജനങ്ങളെല്ലാവരും കൂടി ഞങ്ങളിത് പാലിച്ചുകൊള്ളാമെന്ന് സത്യം ചെയ്ത് നമ്മളിത് ഏറ്റുവാങ്ങിയതാണ്. ഹോറേബിൽ അഗ്നിപർവ്വതത്തിൽ യഹോവയായ ദൈവം വന്ന് ഇത് സംസാരിച്ചു. അഗ്നി ഭയപ്പെട്ട് നിങ്ങളാരും പർവ്വതത്തിലേക്ക് വന്നില്ല, ഞാൻ ആ പർവ്വതത്തിലുണ്ടായിരുന്നു. എന്നിട്ട് ദൈവം ആ കൽപ്പനകൾ എന്നെയാണ് ഏൽപ്പിച്ചത്. ആ 10 കൽപ്പനകൾ നമുക്കറിയാം. ആദ്യത്തെ 4 കൽപ്പന ദൈവമനുഷ്യ സ്നേഹമാണ്. അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ആർക്കും ആദ്യത്തെ 4 കൽപ്പന ലംഘിക്കാനാവില്ല. അവസാനത്തെ 6 കൽപ്പന മനുഷ്യ സ്നേഹമാണ്. അഥവാ മനുഷ്യനെ സ്നേഹിക്കുന്ന ആർക്കും അവസാനത്തെ 6 കൽപ്പനയും ലംഘിക്കാനാവില്ല. ഇത് 2 കൽപ്പനകളിലായി യഹോവയായ ദൈവം കൊടുത്തുവെന്ന് മോശ പറയുന്നു. അപ്പോൾ 2 കൽപ്പനകളായിട്ട് കൊടുക്കാൻ കാരണം ആദ്യത്തേത് 4ഉം അവസാനത്തേത് 6ഉമായി കൊടുത്തുവെന്ന് വേണം നമ്മൾ വിശ്വസിക്കുവാൻ. കാരണം ഇത് 2 ബന്ധങ്ങളാണ്. ഈ 2 ബന്ധമാണ് സ്വർഗരാജ്യ പ്രവേശനമുള്ള മാനദണ്ഡം. വേദപുസ്തകത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കം, നമ്മുടെ കർത്താവിൻ്റെ പഠിപ്പിക്കലിൻ്റെ മുഴുവൻ ഉള്ളടക്കം ഈ 2 സ്നേഹമാണ്. പക്ഷേ പഴയ നിയമസഭയ്ക്ക് അതിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ വേണ്ട വിധം ഗ്രഹിക്കാൻ സാധിക്കാഞ്ഞിട്ടോ ആവാം അവർ അതിനുവേണ്ടി ഒരുപാട് മുടന്തൻ ന്യായീകരണങ്ങളൊക്കെ കൊടുത്ത് അതിനെയൊക്കെ ഓരോ കൽപ്പനകളെയും വികലമാക്കി അവർ ആചരിക്കുകയും അനുഷ്ഠാനം നടത്തുകയൊക്കെ ചെയ്തു വന്നു. നമ്മുടെ കർത്താവ് വന്നപ്പോൾ അതിൻ്റെ എല്ലാം ആന്തരികമായ മർമ്മം സ്നേഹമാണെന്ന് കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, അതിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് മോശ ഇസ്രായേൽ ജനത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇനിയും അതിൻ്റെ 29-ാം വാക്യം വരുമ്പോൾ നമ്മൾ വായിക്കുന്ന യഹോവയായ ദൈവം ആ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കാരണം മോശയോട് പറഞ്ഞപ്പോൾ ജനം മോശയോട് പറഞ്ഞു, നീ ദൈവത്തിൽ നിന്ന് പോയി കേൾക്കുക, ദൈവം പറഞ്ഞു എന്ന് പറയുന്ന എല്ലാം ഞങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ അതനുസരിച്ച് മാത്രം ജീവിച്ചു കൊള്ളാം എന്ന ജനം അവിടെ സത്യം ചെയ്തു. യഹോവയായ ദൈവം ഇവിടെ 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. ദൈവം ഇവിടെ പറയുന്നു, എൻ്റെ ജനം അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ദൈവത്തിന് വലിയ സന്തോഷമാകുമായിരുന്നവർ അങ്ങനെ അവർ ആ കൽപ്പന അനുസരിച്ച് അവർ ജീവിക്കുമായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ നമുക്കറിയാം, മനുഷ്യരെന്ന രീതിയിൽ നമുക്ക് നന്നായി ജീവിക്കുവാൻ ബൈബിൾ നമുക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ബൈബിൾ നമുക്ക് ഇത് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ നമുക്ക് ഭക്ഷണ ക്രമീകരണം ആവശ്യമാണ്. കിട്ടുന്നതെല്ലാം ഞാൻ വാരി വലിച്ച് കഴിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ആരോഗ്യം എനിക്ക് നശിക്കത്തേ ഉള്ളൂ. അപ്പോൾ ശരീരത്തെക്കുറിച്ച് നമുക്ക് ചിന്തയുള്ളത് കൊണ്ട് അതനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുകയും ആവശ്യമായ വ്യായാമം നമ്മൾ ചെയ്യുകയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നു, അണുബാധ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നു.
ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. അത് ആരോഗ്യത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കണം. അത് വിശുദ്ധ ബൈബിൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് നമ്മൾ ഇടപെടേണ്ടത്, എല്ലാം കർത്താവ് നമ്മെ പഠിപ്പിച്ചു. പഴയ നിയമത്തിൽ മുഖാന്തരം ഇസ്രായേലിന് കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഒന്ന് നേരിട്ട് അതിൻ്റെ എല്ലാം വിശദീകരണം നമുക്ക് തന്ന അതിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ വ്യാഖ്യാനിച്ച് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്കത് അനുഗ്രഹമായിട്ട് അത് ഭവിക്കുകയുള്ളൂ. ആത്മീയമായ ജീവിതത്തിൽ നമുക്ക് അതിനെ ആ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം നമുക്കറിയാം, ദൈവത്തിൻ്റെ കൃപ എപ്പോഴും ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട താഴ്മയുള്ളവനാണ്. ദൈവം എപ്പോഴും താഴ്മയുള്ളവരിലോടാണ് ദൈവത്തിൻ്റെ കടാക്ഷം. നമുക്കറിയാം, വെള്ളം സ്വാഭാവികമായി എപ്പോഴും ഉയർന്ന തലത്തിൽ നിന്ന് താഴ്ന്ന സ്ഥലത്തേക്കാണ് സ്വാഭാവികമായിട്ട് അത് ഒഴുകുക. അത് അവിടെ തിരിച്ചൊഴുകണമെങ്കിൽ നമ്മൾ മോട്ടോർ വെക്കണം. ആർട്ടിഫിഷ്യലായിട്ട് മോട്ടോർ വെച്ചെങ്കിൽ മാത്രമേ അത് തിരിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും സ്വാഭാവികമായി വെള്ളം ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ സ്വാഭാവികമായി ജീവിതത്തിൽ താഴ്മയും വിനയമുള്ളവരിലേക്കാണ് വർഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അതുകൊണ്ട് കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അപ്പോൾ ദൈവസ്ഥലത്തിൽ താഴ്മയോടും വിനയത്തോടും കൂടി ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിനുള്ള 2 നിയമങ്ങൾ, ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, 2 മനുഷ്യനെ സ്നേഹിക്കുക. 2 കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ദൈവരാജ്യ അനുഭവത്തിലാണ്. ആ കൽപ്പനകളെ നമ്മൾ ലംഘിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആരാധനകളും, എല്ലാ വേദവായനകളും, ആധ്യാത്മികമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഇതിലേക്ക് നമ്മളെ വഴി നടത്തണം. ഈ 2 ബന്ധത്തിലേക്ക്, ഈ 2 സ്നേഹത്തിലേക്ക് വഴി നടത്തുമ്പോഴാണ് അതിന് പ്രസക്തി ഉണ്ടാവുക. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ആചരണങ്ങൾ നടത്തിയാലും എത്ര പണം മുടക്കിയാലും രക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മോശ ഈ ജനത്തെ ഒരിക്കൽ കൂടി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, 10 കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ദൈവവും നമ്മൾ ദൈവത്തിൻ്റെ ജനവുമായിട്ട് തീരും. അപ്രകാരം നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം അതിനുവേണ്ടി നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തവരും വിളിക്കപ്പെട്ടവരുമാണ് ഞാനും നിങ്ങളെല്ലാം. അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. 2026 എന്ന വർഷം ദൈവമേ അതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.